കള്ളക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 24 പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിന് ലോക്കപ്പിൽ മർദ്ദനം. CI ആൻഡ്രിക് ഗ്രോമിക് കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. സ്റ്റേഷനിൽ എത്തിച്ചതു മുതൽ റൂബിനെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയുമാണ്. ശ്രീകാന്ത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്നും. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോഴും പോലീസ് സ്റ്റേഷനകത്ത് തന്നെയാണോ റൂബിൻ ലാൽ ഉള്ളത്? പ്രജിനി, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ബന്ധുക്കൾക്ക് ഈ റൂബിൻ ലാലിനെ ഒന്ന് കയറി കാണാൻ അവസരം കിട്ടിയത്. സഹോദരനും സുഹൃത്തും ഇപ്പോൾ റൂബിൻ ലാലിനെ ഈ സ്റ്റേഷനുള്ളിലേക്ക് കയറി കണ്ടു. ആ കയറി കാണുമ്പോൾ ഈ റൂബിൻ ലാൽ അടിവസ്ത്രത്തിലാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ റൂബിൻ ലാലിന് ധരിക്കാൻ വസ്ത്രങ്ങൾ നൽകിയിട്ടില്ല. റൂബിൻ ലാലിനെ കൊണ്ടുവന്ന സമയം മുതൽ റൂബിൻ ലാലിനെ CI ആൻഡ്രിക് നിർത്തിയിട്ടുള്ളത് അടിവസ്ത്രത്തിലാണ്. ഇപ്പോഴും അടിവസ്ത്രത്തിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ GD ചാർജിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വരെയുണ്ട്. ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അടക്കം ഇരിക്കുമ്പോഴാണ് റൂബിൻ ലാലിനെ, ഒരു മാധ്യമ പ്രവർത്തകനെ വ്യാജ കേസിൽ കുടുക്കി CI ആൻഡ്രിക് അടിവസ്ത്രത്തിൽ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ മാധ്യമ പ്രവർത്തകനെ ഒന്ന് കയറി കാണാനെങ്കിലും അവസരം കിട്ടിയത്. രാത്രി വീട്ടിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുവന്നതിന് ശേഷം CI സ്റ്റേഷനിലിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചു, അസഭ്യ വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ റൂബിൻ ലാൽ കാണാൻ കയറിയ സഹോദരനോടും സുഹൃത്തിനോടും പറയുകയുണ്ടായത്. അത് മാത്രമല്ല, തുടർച്ചയായി തന്നെ അസഭ്യം പറഞ്ഞു, തന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തന്നെ മർദ്ദിച്ചു എന്നാണ് റൂബിൻ ലാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് കേട്ടിട്ടില്ലാത്ത മുറയാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നത് എന്ന് നിസ്സംശയം പറയാം. അടിവസ്ത്രത്തിലാണ് ഒരു മാധ്യമ പ്രവർത്തകൻ. ഓർക്കണം, ഇത് 307 കേസോ 308 കേസോ 302 കേസോ ഒന്നുമല്ല. ഇതൊരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് ഒരു വ്യാജ കേസാണ്. ആ കേസിലാണ് CI ആൻഡ്രിക് ഇന്നലെ ഈ റൂബിൻ ലാലിനെ ഇവിടെ കൊണ്ടുവന്ന് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനുള്ളിൽ നിർത്തി അടിവസ്ത്രത്തിൽ നിർത്തി, ഷഡ് ഇടിയിച്ചാണ് അടിവസ്ത്രത്തിൽ നിർത്തിയിരിക്കുന്നു. ഒരു GD ചാർജിൽ ഇരിക്കുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവരടക്കം നിൽക്കുമ്പോഴാണ് സഹോദരനും സുഹൃത്തും കയറി കാണുമ്പോൾ അടിവസ്ത്രത്തിൽ ഈ മാധ്യമ പ്രവർത്തകൻ, ഈ മനുഷ്യൻ, അത് മാധ്യമ പ്രവർത്തകൻ എന്ന് നോക്കണ്ട, ഈ ഒരു മനുഷ്യൻ നിൽക്കുന്നത് വ്യാജ കേസിൽ പിടികൂടിയിട്ടാണ്. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇടിച്ച് തെറി വിളിച്ച് അടിവസ്ത്രത്തിൽ രാത്രി മുതൽ നിർത്തിയിരിക്കുന്നത്. ഇത് സമാനതകളില്ലാത്ത കുറ്റകൃത്യം CI ആൻഡ്രിക് നടത്തിയിരിക്കുന്നു. ലോക്കപ്പ് മർദ്ദനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും പുതിയ വാർത്ത അതിരപ്പള്ളിയിൽ നിന്നും നൽകാനുള്ളത്. CI ആൻഡ്രിക് നേരത്തെ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അറസ്റ്റ് മെമ്മോ നൽകുകയോ വീട്ടുകാരെ അറിയിക്കുകയോ അഭിഭാഷകനെ ബന്ധപ്പെടാൻ അനുവാദം നൽകുകയോ ചെയ്തില്ല. ഈ റൂബിൻ ലാലിനെ ഒന്ന് കാണാൻ അവസരം കൊടുത്തില്ല. ഒരു കാര്യം ഓർക്കണം, മണിപ്പൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി തന്നെ മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമ്പോഴും മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോഴും പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ CI ആൻഡ്രിക്കിന് സുപ്രീം കോടതി വിധി ബാധകമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലും CI ആൻഡ്രിക്കിനും സുപ്രീം കോടതി വിധി ബാധകമല്ല എന്ന് മനസ്സിലാക്കുന്നു. ഒരു വീഴ്ച, ഗുരുതരമായ വീഴ്ച, ലോക്കപ്പിനുള്ളിൽ അടിവസ്ത്രമിട്ട് നിർത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുള്ളപ്പോൾ ക്രൂരമർദ്ദനവും തെറി അഭിഷേകവും, കൃത്യമായ ലോക്കപ്പ് മർദ്ദനം നടന്നിരിക്കുന്നു. പ്രജിൻ, ശ്രീകാന്ത്, മാത്രമല്ല എന്തിനാണ് ഈ മർദ്ദനം എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക, ഒരു കള്ളക്കേസ് എടുക്കുക, അതിൽ അർദ്ധരാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് പുലർച്ചെ വരെ കസ്റ്റഡിയിൽ നിർത്തി, ലോക്കപ്പിൽ നിർത്തി, അതും അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തി മർദ്ദിക്കുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക. എന്താണ് സംഭവം? ഇത് ഏത് നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്? ഇതിപ്പോൾ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു, ഇത് വാർത്തയായിട്ടുണ്ട്. 24 തുടർച്ചയായി ഈ വാർത്തയിൽ നിൽക്കുകയുമാണ്. എന്നിട്ടും ഇത് ഒരു നടപടിയും അടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രജിൻ, വനം മന്ത്രി, സംസ്ഥാന ക്യാബിനറ്റിലെ ഒരു വനം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട കേസിലാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു CI ആ മന്ത്രിക്ക് പുല്ലുവില നൽകിക്കൊണ്ട് രാത്രി അറസ്റ്റ് ചെയ്യുന്നത്, ഈ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്, മർദ്ദിക്കുന്നത്, അടിവസ്ത്രത്തിൽ നിർത്തുന്നത്, തെറി വിളിക്കുന്നത്, ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ഒരു സംസ്ഥാന മന്ത്രിക്ക് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും ഈ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി കൊടുക്കുന്നത്. നിലവിലിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്
റൂബിൻ ലാലിനോട് ഒരുപക്ഷെ സംസാരിക്കാനുള്ള ശ്രമം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. വീഡിയോ എടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ റൂബിൻ ലാലിനെ അടിവസ്ത്രം ഇടിയിച്ച് നിർത്തിയിരുന്നു. ഇപ്പോൾ വസ്ത്രമിടാൻ അവസരം കൊടുത്തതിന് ശേഷം വീഡിയോ എടുക്കുന്ന ദൃശ്യങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ അകത്ത് കയറി പകർത്തുന്നതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. റൂബിൻ ലാലിനെ അടിവസ്ത്രത്തിൽ നിർത്തിയ ശേഷം റൂബിൻ ലാലിന് ഇപ്പോൾ വസ്ത്രം നൽകി CIയുടെ നേതൃത്വത്തിൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കണം. നമ്മുടെ ക്യാമറാമാൻ ബിനീഷ് ആ ദൃശ്യങ്ങൾ ഒന്ന് ഒരു കൈലിയുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണാമായിരുന്നു. ഇപ്പോൾ ഈ CI ഒരു വസ്ത്രം കൊണ്ട് കൊടുത്ത് അത് ധരിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഉന്നതങ്ങളിൽ നിന്നും വിളി വന്നിട്ടുണ്ടാകണം. അതിനാണ് ഈ വാർത്തകൾ തെറ്റെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാകണം ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ നീക്കം നടത്തുന്നത്. എന്താണ് ഈ CIക്ക് പറ്റിയത് എന്ന് ഈ ഘട്ടത്തിലും മനസ്സിലാകുന്നില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറ്റിയതെന്ന് മനസ്സിലാകുന്നില്ല. വസ്ത്രം കൊണ്ട് ഇത്രയും നേരം ഈ സുഹൃത്തും സഹോദരനും കയറി കാണുമ്പോൾ ഷഡ്ഡിയിൽ നിൽക്കുകയാണ്. അയാൾക്ക് വസ്ത്രം ധരിപ്പിച്ച് അയാളെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നു. തെളിവെന്ന രീതിയിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ലോക്കപ്പിന്റെ അടുത്തേക്ക് പോയി വസ്ത്രം ധരിപ്പിക്കാൻ ശ്രമിച്ചത്. CI ആണ് ഈ വീഡിയോ പകർത്തുകയും ചെയ്തത്. ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ലോക്കപ്പ് മർദ്ദനത്തിന് വേദിയായിരിക്കുന്നു. പ്രജിൻ, വളരെ വ്യക്തമാണ്. ദൃശ്യങ്ങളിലും അത് ഇപ്പോൾ ഏറെക്കുറെ തെളിഞ്ഞു വരുന്നു. നേരത്തെ വസ്ത്രം ധരിപ്പിക്കാൻ നിർത്തിയ ആൾക്ക് ഇപ്പോൾ റുബിന് ഇപ്പോൾ അത് കൊണ്ടുകൊടുക്കുന്നു, വസ്ത്രം കൊണ്ടുകൊടുക്കുന്നു. 2 പോലീസുകാരെ നമുക്ക് ദൃശ്യങ്ങൾ നേരത്തെ കാണാൻ സാധിച്ചതുമാണ്. ശ്രീകാന്ത്, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണോ? ഇത് ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ ഈ രീതിയിലാണോ പോലീസിന്റെ നടപടി? അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അതും വീട് വളഞ്ഞ് വീട്ടുകാരെ അറിയിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, പിന്നീട് ലോക്കപ്പിൽ ഇടുക, അതിനുശേഷം വസ്ത്രം ധരിപ്പിക്കാതെ അവിടെ നിർത്തുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക, മർദ്ദിക്കുക. ഇതാണോ? ഒരു പരാതി ഉണ്ടെങ്കിൽ ഒരു FIR എടുത്തു കഴിഞ്ഞാൽ ഇതാണോ പോലീസിന്റെ മുറ? ഇതാണോ രീതി? ഇത് 3-ാം മുറയാണ്. ഈ രീതിയിൽ ലോക്കപ്പ് മർദ്ദനം നടന്നെങ്കിൽ അത് 3-ാം മുറയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പറയാം. അപ്പോൾ ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സംഭവത്തിൽ? പ്രജിൻ, ഈ ദൃശ്യങ്ങളൊന്ന് കാണിക്കണം. ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് കൈലി, ധരിക്കാൻ കൊണ്ടുകൊടുത്ത വസ്ത്രം. അതാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത്. എടുത്തോണ്ട് പോയിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ പകർത്തുന്നത് കണ്ട് ആരും അറിയാത്തവണ്ണം അത് കസേരയിലേക്ക് ഇടുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് കൈലി. ഒരു പക്ഷേ അത് നമ്മൾ വീഡിയോ പകർത്തുന്നത് കണ്ട് വീണ്ടും എടുത്തു മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആ വസ്ത്രം ഉടുപ്പിച്ച് വീണ്ടും വീഡിയോ എടുത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്ത് ഞങ്ങൾ അടിവസ്ത്രത്തിൽ നിർത്തിയില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ CI ഇപ്പോൾ നടത്തുന്നത്. നിലവിൽ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് ആ വസ്ത്രം, റൂബിൻ ലാലിന്റെ വസ്ത്രം ഇപ്പോൾ കൃത്യമായി മറഞ്ഞു നിന്ന് ആ വസ്ത്രം മറച്ചു പിടിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നുണ്ട്. ആ വസ്ത്രം മറച്ചു പിടിച്ച് നിൽക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ശ്രമം നടത്തുന്നുണ്ട്. അതായത് രാത്രി മുഴുവൻ അടിവസ്ത്രത്തിൽ നിർത്തി GD ചാർജിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഇരിക്കുമ്പോഴാണ് അടിവസ്ത്രത്തിൽ നിർത്തിയത്. എന്നിട്ട് ഇപ്പോൾ ഈ CI അതൊരു വീഡിയോ എടുത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. സുഹൃത്തും അതോടൊപ്പം തന്നെ സഹോദരനും വന്നിരുന്നു. നമുക്ക് സംസാരിച്ച കണ്ട ആളോട് തന്നെ ചോദിക്കാം. ഇത് ഇപ്പോൾ അല്പസമയം മുമ്പ് കയറി റൂബിൻ ലാലിനെ കണ്ടത്. എന്താണ് നിങ്ങൾ അകത്ത് കണ്ടത്? വളരെ ദയനീയമായ സ്ഥിതിയിലാണ് റൂബിൻ ലാൽ. എൻ്റെ ചങ്ങാതി റൂബിൻ ലാൽ അവിടെ നിൽക്കുന്നത് കണ്ടത്. അടിവസ്ത്രത്തിൽ അവൻ വിലപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവനെ കഴുത്തിന് കയറി പിടിച്ചുകൊണ്ടാണ് ജീപ്പിലേക്ക് ഈ CI എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഇയാൾ പോലീസൊന്നല്ല, അയാൾ പിടിച്ച് കയറ്റിയത്. അവിടെ നിന്നൊട്ട് ക്രൂരമായ മർദ്ദനം. ഒരു മനുഷ്യനെ അപമാനിക്കാവുന്ന രീതിയിൽ ഒരു വനിതാ പോലീസുകാരി ഉള്ള ഇതിന്റെ ഉള്ളിലാണ് അടിവസ്ത്രത്തിലിട്ട് റൂബിൻ ലാലിനെ. ഇതുപോലെ മാനസികമായ പീഡനമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ റൂബിൻ ലാൽ ഏറ്റത്. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ, കരഞ്ഞുകൊണ്ട്. ആരും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാനും അവന്റെ സഹോദരൻ ഇന്നലെ വന്നില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഏറെ മർദ്ദനം അവനേക്കുമായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. വൈകാരികമായ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. റൂബിൻ ലാലിന്റെ
സുഹൃത്താണ് ഇപ്പോൾ സംസാരിക്കുകയുണ്ടായത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നഗ്നമായ നിയമലംഘനം നടന്നിരിക്കുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അതിരപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ ലോക്കപ്പ് മർദ്ദനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടെ പാൻ ചെയ്ത് ഒന്നുകൂടെ സൂം ചെയ്യാൻ പറയുമോ? ഒന്ന് എനിക്ക് തോന്നുന്നു ആ ചെയറും കൈലിയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് സൂം ചെയ്യാൻ പറയാമോ? ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് റൂബിനെ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ ലോക്കപ്പിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്നു, അതും വസ്ത്രം പോലും ധരിപ്പിക്കാതെ നിർത്തുന്നു. കൊടിയ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് റൂബിനെ ഈ സ്റ്റേഷനകത്ത് കയറി കണ്ടയാൾ സുഹൃത്ത് പറയുന്നു. വിലപിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. മാനസികമായി ഏറെ പീഡിപ്പിച്ചു, കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആ സുഹൃത്തിനോട് റൂബിൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നേരത്തെ കണ്ട ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ പോലീസുകാർ സംസാരിക്കുന്നുണ്ട്. റൂബിനെ മാറ്റാനുള്ള ശ്രമങ്ങളിലേക്ക് അവർ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും വസ്ത്രം ധരിപ്പിച്ചിട്ടില്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ. അല്പസമയം മുമ്പ് റൂബിൻ പുറത്തേക്ക് വന്നു, അടിവസ്ത്രം ധരിച്ചുകൊണ്ട്. റൂബിന്റെ ദേഹത്ത് ഷർട്ടോ മറ്റൊന്നോ ഇല്ല. റൂബിൻ ഇപ്പോൾ പുറത്തേക്ക് വന്നു. അപ്പോൾ സിവിൽ ഡ്രസ്സിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റൂബിനെ അകത്തേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. സിവിൽ ഡ്രസ്സിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റൂബിനെ ലോക്കപ്പിനുള്ളിലേക്ക് കയറ്റി വിട്ടു. ഇപ്പോൾ ലോക്കപ്പ് അദ്ദേഹം അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഒരു കാരണവശാലും റൂബിൻ പുറത്തേക്ക് വരികയോ ആ ദൃശ്യങ്ങൾ പുറത്തുള്ളവർ കാണുകയോ ചെയ്യരുത്. റൂബിൻ വസ്ത്രമിടാതെ, ഡ്രസ് ഇടാതെ, ഷർട്ട് ഇടാതെ പുറത്തേക്ക് വരികയായിരുന്നു. ആ റൂബിനെ ഭയപ്പെടുത്തി വീണ്ടും ലോക്കപ്പിനുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു. ഈ ദൃശ്യത്തിൽ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, ആ സിവിൽ ഡ്രസ്സിലുള്ള ഈ ദൃശ്യത്തിൽ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് റൂബിനെ ഇപ്പോൾ അകത്തേക്ക് കയറ്റിവിട്ടത്. ഇപ്പോൾ ആ ലോക്കപ്പ് അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി മുതൽ നടക്കുന്നത് സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനിലും നടക്കാത്തത്ര നഗ്നമായ നിയമലംഘനമാണ്. അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.